Q&A എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ പറയാമെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്കൊരു ചോദ്യമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എന്തിനാ ഡിലീറ്റ് ആക്കിയത്, നല്ല വ്യൂസ് ഉള്ളതല്ലേ? അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ്. ഞാൻ ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, സബ്സ്ക്രൈബർ ആണ്, വീഡിയോ കാണുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസം മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഇൻഫ്ലുവൻസർ, പുള്ളിക്കാരത്തിയുടെ ഈ അടുത്ത റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ, അതിനകത്ത് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയില്ലാതെ അവർ തോന്നിയതുപോലെ ഇഷ്ടംപോലെ പ്രൊമോഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ എന്താ പറയുക, ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുട്ടിയുടെ ചാനലിനകത്ത് സ്ട്രൈക്ക് കൊടുത്തു എന്ന് കേട്ടു. അതുപോലെ തന്നെ നിങ്ങൾ വിമർശിക്കുന്ന ആൾക്കാർക്ക് സ്ട്രൈക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങളുടെ ഭാഗത്ത് എന്തോ വലിയൊരു കള്ളം, അഥവാ നിങ്ങളുടെ ഭാഗത്ത് വിമർശനം ഉന്നയിച്ചവരുടെ വളരെ സഭ്യമായ ഭാഷയിൽ വളരെ മാന്യമായിട്ടാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞവരെല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. ഒരാൾ പോലും അതിന് വിട്ടുള്ള വൃത്തികെട്ട വാക്കുകൾ പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ താങ്കൾ ഇവരെല്ലാം സ്ട്രൈക്ക് അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് താങ്കൾക്കതൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ ചാനലിലൊക്കെ സ്ട്രൈക്കിലേക്കൊക്കെയാണ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അടിക്കുക, സ്ട്രൈക്ക് ചെയ്യുക. സ്ട്രൈക്ക് അടിച്ചതിന് ശേഷം ആ സ്ട്രൈക്ക് നമുക്ക് കയറിയിട്ടില്ല എങ്കിൽ ആ സ്ട്രൈക്കിന് തിരിച്ചൊരു സംഭവം വരും. അത് നിങ്ങൾ മറ്റുള്ളവരുടെ ചാനലിൽ ഇങ്ങനെ നിരന്തരം സ്ട്രൈക്ക് അടിച്ച് ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഫെയർ യൂസ് പോളിസി എന്നുള്ള സാധനമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വയലേഷൻ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് പോകുന്ന വഴി അറിയാമെന്നുള്ളവരടുത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ആ ഒരു ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതർവൈസ് നിങ്ങൾ അടിച്ചു നോക്കൂ, വേറെ കാര്യം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതല്ലാതെ എനിക്ക് വേറെ ചാനലുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് അടിച്ച് കളിക്കുന്നതാണെങ്കിൽ അതിന് വെച്ചാൽ ഒന്നിന് പോലെ 30 വീഡിയോസ് ഇടുന്നതിനും യാതൊരു മടിയില്ല. പിന്നെ ഈ ഒരു സമയത്ത് പറയാം, ഞങ്ങളൊക്കെ ഫ്രണ്ട് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളടക്കമുള്ള ആൾക്കാരത് പ്രൊമോട്ട് ചെയ്തപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് വരുന്നൊരു പേര് മാത്രമായിരുന്നു തനി മലയാളി. വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയട്ടെ, ആ ഒരു ലേഡി മാത്രമാണ് വളരെ മാന്യമായ രീതിയിൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അത് അഡ്രസ്സ് ചെയ്തത്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് പറ്റിയതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും തയ്യാറായത്. എനിക്കതിന് റെസ്പെക്റ്റ് ഉണ്ട്, ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. ബിക്കോസ് അത് കേട്ടിട്ട് അന്നത്തെ പല പ്രമുഖരും ഒരു കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, പക്ഷേ അന്ന് തനി മലയാളി ആ ഒരു അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബഹുമാനം എനിക്ക് ഇപ്പോഴും അവരോടുണ്ട്. കളി പറഞ്ഞതല്ല, അവരെക്കുറിച്ച് ഇത്ര 2 or 3 അതിലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ ഇങ്ങനെ സ്ട്രൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാനൽ പൊട്ടിക്കാനുള്ള പരിപാടി നടത്തിയിട്ടില്ല. അവർ പബ്ലിക്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി. അതാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്ത് കള്ളത്തരം ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രൊമോഷൻസ് നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവർ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യം, ഈ അശ്വതി സുബോധ് എന്ന് പറയുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ ചാനലിൽ അടിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചു. വേറെ 1-2 പേരും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയല്ലേ? ഈ ഒരു ക്രിറ്റിസിസം പോലും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത നിങ്ങൾ എന്ത് തരം ഇൻഫ്ലുവൻസറാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം കോവയ്ക്കാണോ? കാരണം എനിക്കിഷ്ടം ഏറ്റവും കോവയ്ക്കാണ്. കോവയ്ക്ക പെരട്ട്, കോവയ്ക്ക കൊണ്ടാട്ടം, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക ഉപ്പിലിട്ടത്, കോവയ്ക്ക ചട്നി, കോവയ്ക്കയുടെ എന്തൊക്കെയുണ്ട് കോവയ്ക്ക വിഭവങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോവയ്ക്ക ഇല്ലാത്തൊരു ജീവിതം ഇല്ല. ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്, വേറെ ആരെക്കുറിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചും പറഞ്ഞല്ല. കോവയ്ക്ക, ലൈഫ് ഓഫ് കോവയ്ക്ക. ഓക്കെ, ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2 ദിവസം മുമ്പ് എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പെയ്ഡ് പ്രൊമോഷൻ ഉടായ്പകളെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് 3,15,000 മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായി നമുക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നമ്മൾ ഉറങ്ങിയെണീച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമല്ലോ. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായി, കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ 1 വീഡിയോ വാസ് റിമൂവ്ഡ്. അപ്പം തന്നെ സംഭവം ഓക്കെ, ആ കുട്ടിയുടെ ചാനലിൻ്റെ അകത്തൊരു 3 ലക്ഷത്തിലധികം വ്യൂവർഷിപ്പ് വന്നിട്ടുള്ള വീഡിയോ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ പറയുന്ന തൊണ്ട തൊടാതെ ആൾക്കാർ വിഴുങ്ങുന്നില്ല. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് തിരുത്തി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരൊറ്റ കമൻറ്റ് നിങ്ങൾ വച്ചേക്കാറില്ല. നിങ്ങളെ പുകഴ്ത്തി പറയുന്നതും ചേച്ചി സൂപ്പറാണ്, സുന്ദരിയാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്ന വ്യക്തിപരമായിട്ട് നിങ്ങളെ പുകഴ്ത്തുന്ന കമൻറ്റുകളൊക്കെ നിങ്ങളോട് ഇട്ടേക്കുന്നുണ്ട്. നല്ല കാര്യം, ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. എന്നാൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കമൻറ്റ് പോലും ഇടുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന പ്രൊമോഷൻസ് മറ്റുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന അറിയുമ്പോൾ ഇവരതെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട് ഈ സംഭവം പ്രചരിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. പക്ഷേ എന്താ സത്യം? ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ചെയ്യുന്നവർ അവർക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റുകളും മറ്റുള്ളതും മറിച്ചതൊക്കെ ഫ്രീ ആയിട്ട് കമ്പനിക്കാർ അയച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ അയച്ചു കൊടുക്കുന്ന സാധനം ഉപയോഗിച്ച് അതിനുശേഷം അതിനകത്ത് നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് ഉള്ളിയും വെള്ളരിക്കയും സവാളയും വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ തുണി അതുപോലെ തന്നെ ചെരുപ്പ് ഇതുപോലെ വാങ്ങുന്നത് പോലെ അല്ല ഈ പറയുന്ന സാധനം. ഈ നമ്മുടെ ത്വക്ക് എന്ന് പറയുന്ന സംഭവം ശരീരത്തിൻ്റെ ഒരു അവയവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ സംഭവത്തിൻ്റെ അകത്ത് ഇതിൻ്റെ മേളിൽ ലെഡ് പോലുള്ള കലർന്ന സംഭവങ്ങൾ ഇട്ടതുകൊണ്ട് മാത്രം കിഡ്നി അടിച്ചു പോയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം അറിയോ? നമ്മുടെ ലോകാരോഗ്യ സംഘടനയും മറ്റുള്ള പല ആൾക്കാരും സമൂഹത്തിന് കൊടുത്തിട്ടുള്ള ഒരുപാട് ഇങ്ങനൊരു സംഭവം വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പല സമയങ്ങളിലായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, വാർണിംഗ് കൊടുത്തിട്ടുള്ള കേസാണ്.
മനസ്സിലാവുന്നുണ്ടോ? മുഖത്ത് ചുമ്മാ എടുത്ത് പുരട്ടുന്ന സാധനത്തിൻ്റെ അകത്ത് അതിൻ്റെ ഘടകങ്ങൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത്, മോളിക്യൂൾസ് എന്താണെന്നുള്ളതും അറിയാതെ ഇതിനെ നിങ്ങൾ ഉപയോഗിക്കൂ, നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുമെന്നൊക്കെ പറയുന്ന സ്കിൻ കെയർ എന്നുള്ള സാധനം ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക്സിലൂടെ ബ്യൂട്ടി നിലനിർത്തുന്നത് രണ്ടും രണ്ടാണ്. ഇപ്പം നിങ്ങൾ പച്ചവെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം കഴുകി നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നുവെങ്കിൽ അത് സ്കിൻ കെയർ ആണ്. അതുപോലെ തന്നെ അലോവേര ജെല്ലിടുന്നതോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ മറ്റുള്ള കാര്യങ്ങളോ അതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ സ്കിൻ കെയർ ആണ്, സ്കിന്നിൻ്റെ പുറത്തുള്ള ചെറിയ കെയർ ആണ്. എന്നാൽ കെമിക്കൽ എന്നുള്ള സംഭവം കൂടുതലായിട്ടുള്ള വരുന്ന ഒന്നിലധികം മോളിക്യൂൾസ് ഒക്കെ ചേർന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനോ കോസ്മെറ്റോളജിസ്റ്റിനോ ഒക്കെ കണ്ടിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പോവുക. അല്ലെങ്കിൽ മുഖത്ത് വല്ല സംഭവം വന്നിട്ട് കുറച്ച് നാളിന് മുമ്പ് ഒരാൾ തലമുടി വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് പോയിട്ട് അവസാനം തലച്ചോറിലേക്ക് വരെ അതിൻ്റെ അണുബാധ ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാ പറഞ്ഞ ഈ എന്തൊരു സംഭവം പറയുമല്ലോ, ആളെ കൊല്ലുമെന്ന്, അല്പജ്ഞാനമുള്ളവൻ ആളെ കൊല്ലുമെന്നു, അങ്ങനെ എന്തൊരു വാക്കുണ്ടല്ലോ, അറിയുന്നവർ കമൻറ്റ് ചെയ്യും, നല്ലൊരു വാക്കാത്. ഓക്കെ, മുറിവൈദ്യൻ മുറിയായിട്ട് കാര്യങ്ങൾ അറിയുന്നവൻ ആളെ കൊല്ലും എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, അല്പജ്ഞാനിയാണ്, എന്നാൽ വലിയ സംഭവമായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ബാക്സ്വരനോട് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അവസാനം ഇത് ഉപയോഗിക്കുന്നവർക്ക് പണിയും കിട്ടും. ഇതുപോലെ ഈ കുട്ടിയുടെ ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായി. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് ഗൈസ്. അപ്പൊ അവരുടെ ഫേസും കാര്യങ്ങളും, അതായത് അവരുടെ ഫേസും അവരുടെ വീഡിയോയും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. എനിക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, യൂട്യൂബിന്റെ അകത്ത് മറ്റൊരാളുടെ വീഡിയോയുടെ ചെറിയൊരു ബിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ സ്ട്രൈക്ക് അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിന് യൂട്യൂബായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ഫെയർ യൂസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത്ര % സംഭവം വെച്ചിട്ടുണ്ട്, അത് വെച്ചതിന്റെ റീസൺ എന്താണ്, സമൂഹത്തിന് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അത് അറിയുന്ന ആൾക്കാരിലൂടെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചുമ്മാ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതറിയുന്ന ആൾക്കാരുണ്ട്, അവരിലൂടെ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ആ ഒരു സ്ട്രൈക്കൊക്കെ മാറ്റാനൊക്കെ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അല്ല ചുമ്മാ കയറി സ്ട്രൈക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. സ്ട്രൈക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിക്കുന്ന പരിപാടികളും ഉണ്ട്. ഇനി സ്ട്രൈക്ക് ഒരാൾ നമ്മൾ ഈ പറഞ്ഞ ഈ കല്യാണി എന്ന് പറയുന്ന പുള്ളിക്കാരത്തി, അവർ ഈ സ്ട്രൈക്ക് അടിക്കാൻ, ഈ കുട്ടിയുടെ ചാനൽ സ്ട്രൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ സ്ട്രൈക്ക് ഈ കുട്ടി എന്നുവെച്ചാൽ ഈ സ്ട്രൈക്ക് യൂട്യൂബിനെ മനസ്സിലാക്കി കൊടുത്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ സ്ട്രൈക്ക് ഈ കുട്ടിയുടെ ചാനലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു അടിയ ഒരു സ്ട്രൈക്ക് കിട്ടിയതിന് തുല്യമാണ് ആ ചാനൽ. പിന്നെ അങ്ങനെ 2-3 ചാനലുകൾ നിരന്തരം സ്ട്രൈക്ക് കൊടുത്തിട്ട് ആ സ്ട്രൈക്ക് മാറിക്കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് ആവാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ട്രൈക്ക് അടിച്ച ആളിന് ആ ചാനലിൻ്റെ റീച്ച് അങ്ങ് അടിച്ചങ്ങ് താഴോട്ടങ്ങ് പൊക്കളയും. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഒരു സ്ട്രൈക്കർ എന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അവര് ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടെ, എനിക്ക് അത് പ്രശ്നമല്ല എന്നുള്ളതിൽ മിണ്ടാണ്ടിരിക്കാനുള്ളൂ. അപ്പൊ അവർ ചെയ്തതിൽ തെറ്റുണ്ട്, അത് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയതുകൊണ്ട് അശ്വതി സുബോധ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ പേര് പറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ടൈറ്റിലിൻ്റെ അകത്ത് ആ പേര് ഉപയോഗിച്ചതുകൊണ്ടോ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ആ പേര് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ഒന്നും തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. യൂട്യൂബിന് പ്രത്യേക പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ സ്ട്രൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോണ്ടന്റാണ് ചെയ്യുന്നത്, ആ ഒരു കോണ്ടന്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോണ്ടന്റ് ചെയ്യാം, അത് ആർക്കും ചെയ്യാം. അപ്പം എൻ്റെ ചാനൽ തന്നെ എടുക്കാം. ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്ത വീഡിയോസിൻ്റെ അകത്ത് പലതരത്തിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊക്കെയാണെന്ന് തോന്നി, അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചെന്ന് തോന്നി. പല കാര്യങ്ങളുടെ അകത്ത് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിമർശനം, സ്ട്രൈക്ക് പോട്ടെ, വിമർശനം എനിക്ക് വന്നേക്കുന്ന സ്ട്രൈക്ക് എന്ന് വെച്ചാൽ വലിയ ചാനലുകളാണ്, ഏഷ്യാനെറ്റ് പോലത്തെ ചാനലിൽ നിന്നാണ്, അല്ലാതെ വ്യക്തികളുടെ സംഭവങ്ങളൊന്നുമല്ല, മറ്റു സംഭവങ്ങളാണ്. അല്ല, വ്യക്തികളുടെ ചാനൽ സ്ട്രൈക്ക് വന്നിട്ടുള്ളതൊക്കെ നമ്മളത് പരിഹരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ വിമർശിച്ചിട്ടുള്ളതിൻ്റെ കാരണം, ഞാൻ വിമർശനം ഉന്നയിക്കുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ, ഇതിനകത്ത് ഞാൻ ഈ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇത് പറഞ്ഞ കാര്യങ്ങൾ പൊള്ളയാണ്, ഇതൊക്കെ വെറും അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്, വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെ സംഭവമില്ല എങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, നിങ്ങളത് പറയൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യൂ, എൻ്റെ വീഡിയോ ഫുൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യൂ, ഞാൻ ഒരു സ്ട്രൈക്കും തരത്തില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യൂ, ഒരു സ്ട്രൈക്കും തരത്തില്ല, വെറും വാക്കൊന്നുമല്ല, പബ്ലിക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കാണിക്കും. അല്ലാതെ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തിരുത്തണം. ഒരുപാട് ആൾക്കാർ സമൂഹത്തിൻ്റെ അകത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുന്ന ഇതുപോലെ പല കാര്യത്തിൽ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത പല ആൾക്കാരും അവരെ പ്രേക്ഷകരും അവരെ കാണുന്ന നല്ലവരായ വ്യൂവേഴ്സും ഒക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുത്തിയ ആൾക്കാരെ അവർ ഈ സമൂഹം ഏറ്റെടുക്കുകയുള്ളൂ. നിങ്ങളത് തിരുത്തി നിങ്ങൾ നല്ല രീതിയിലേക്കുള്ള ഇൻഫ്ലുവൻസ് ചെയ്തു പോകുന്നത് എങ്കിൽ ആൾക്കാരത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങളെ കൊള്ളാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ആൾക്കാരെ, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ആൾക്കാരെ. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ചാനലിന് ഇത്രയും വർഷമായാലും ചാനൽ തുടങ്ങിയിട്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്നത്. അതിന് കാരണം വലിയ റീസൺ ഉണ്ട്. എന്നറിയാമോ,
എൻ്റെ ചാനൽ ഇപ്പം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി റെക്കമെൻഡേഷൻ്റെ ഇപ്പോൾ ചില ആൾക്കാരുടെ ഫീഡിലേക്ക് പോകും, ചിലപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അവർക്ക് പോകത്തില്ല. ചില വീഡിയോകൾ മാത്രമായിരിക്കും ചില ആൾക്കാരുടെ ഫീഡിലേക്ക് പോകുന്നത്. അവർക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള വിഷയം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് അവരുടെ മുമ്പിലേക്ക് ഈ സാധനം പോകുന്നത്. ആ വിഷയം അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പിന്നീടുള്ള വിഷയം ചിലപ്പോൾ താല്പര്യം കൂടുതലായിട്ടുള്ള വീഡിയോസ് വരുമ്പോഴേക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്ന് ഞാൻ പറയും. ബിക്കോസ് എനിക്ക് അതിൻ്റെ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തിരുത്താനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഞാൻ അത് എപ്പോഴും പറയാറുള്ള, കമൻറ്റ് ചെയ്യൂ. അതർവൈസ് ഞാൻ എന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുമെന്ന് പറയുന്ന പരിപാടി ഇല്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നേ ആക്കാമായിരുന്നു. ഞാൻ അതിന് മെനക്കെടാറില്ല. കാരണം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അല്ല ഈ യൂട്യൂബിൻ്റെ അകത്ത് നിലനിൽക്കുന്നതിൻ്റെ ഘടകം. ഓക്കെ, അതിനെക്കാട്ടിൽ അപ്പുറത്ത് പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എനിക്ക് സ്ട്രൈക്ക് തന്നത്. അപ്പൊ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂടെ ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അവരെ ഫേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര പൊക്കി പറഞ്ഞ് അവർ അടിപൊളിയാണെന്ന് അവർ നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും സ്ട്രൈക്ക് തരില്ല. ഇതിപ്പോ അവരെ ബാഡായിട്ട് ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവർക്ക് സ്ട്രൈക്ക് തന്നത്. ഇപ്പൊ നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് തന്നിട്ട് എന്റെ ഒരു വായി അടപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാവണമെന്നില്ല. അത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയത് നല്ല വ്യൂസ് ഉള്ളതല്ലേ. അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്കിയതല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ്. ഞാൻ ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, സബ്സ്ക്രൈബർ ആണ്, വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതും ഇതിലെ കമന്റ് കാണുന്നതും എനിക്ക് അതിന് ഉടായ്പ പോലെ ഫീൽ ചെയ്യുന്നതും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത്. ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലല്ല. ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാനൊരു സബ്സ്ക്രൈബർ ആണ്, അത് എന്നെയും കൂടി പറ്റിക്കുന്ന രീതിയിലല്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പെൺകുട്ടി വളരെ ജെന്യുനായിട്ട് പറയുന്നു, ഇവരെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. എൻ്റെ ഈ മൈവേ കല്യാണി, ഇവരുടെ പേര് പറയുമ്പോൾ ഈ മൈ തുടക്കത്തിൽ വരുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കില്ല. ഞാൻ മൈ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ നെഗറ്റീവ് ഉദ്ദേശത്തിലൊന്നുമല്ല, കാരണം അത് വേറെ അർത്ഥം വരുമല്ലോ. ഞാൻ അങ്ങനെയല്ല, ഒരു മൈവേ ബൈ കല്യാണി, ഇത് ഇങ്ങനെ ഓർത്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഇവരുടെ ഈ ചാനലിൻ്റെ ഈ ഒരു സംഭവത്തിനകത്ത് ആൾക്കാർ, ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇവർ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഒരു മോശം പറഞ്ഞിട്ടില്ല. അവർ തെറ്റ് തീർത്തു. നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ശരിക്കും പറയാം, നിങ്ങൾക്ക് അറിയാത്ത പണി ചെയ്യാതിരിക്കും. അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു നല്ലൊരു അഡ്വൈസോടുകൂടി മുഖത്ത് പുരട്ടേണ്ട സാധനങ്ങളാണ്. മുഖത്ത് പുരട്ടേണ്ട എല്ലാ സാധനങ്ങളും. ചിലതൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കും ചുമ്മാ ഏത് സ്കിൻ ടൈപ്പിന് എന്ത് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഉള്ളത്. സൺസ്ക്രീൻ എനിക്ക് കുറച്ച് പേരുകളെന്ന് പറഞ്ഞു തരും. ഇതെന്തൊക്കെ ഉപയോഗിക്കുന്നത് ഈ മുഖത്ത്? നിങ്ങൾ ഈ ആധികാരികമായിട്ട് അറിയുന്ന ആൾക്കാർ ഈ എന്താണ് ഫേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതല്ല നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് കമൻറ്റ് ചെയ്യും. എന്തൊക്കെ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം എന്തുവാണ് ഇവിടെ ചില ആൾക്കാർക്ക് ഞാൻ ചില ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, ഫോട്ടോയുടെ വീഡിയോ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കും, ഇവിടെ മാത്രം ഇങ്ങനെ ചുമന്നിരിക്കും. അതെന്തിനാ അങ്ങനെ ചോദിപ്പിച്ച് വയ്ക്കുന്നത്? അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്കറിയത്തില്ല. ഇവിടെ മറ്റേ ജോക്കറിൻ്റെ ഇത് വെച്ചതുപോലത്തെ ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കും. പിന്നെ ചിലരുടെ ഇവിടെ ആണെങ്കിൽ കണ്ണിൻ്റെ ഈ ഭാഗത്താണെങ്കിലും നമ്മുടെ മിനിങ്ങിയിരിക്കും. അതൊക്കെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നമ്മുടെ നാട്ടിൽ ഗിനിക്കോഴി എന്ന് പറഞ്ഞൊരു കോഴിയുണ്ട്, ഗിനിക്കോഴി. ആ കോഴിയുടെ കണ്ണിൻ്റെ മേൽഭാഗം ഇരിക്കും പോലെ ഇരിക്കും. എന്താണ് സംഭവം ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ. ചിലരുടെയൊക്കെ മുഖം മഞ്ഞായിരിക്കും, ചിലരുടെ മുഖം റോസ് കളറിലായിരിക്കും, ചിലതൊക്കെ ആണെങ്കിൽ യെല്ലോ കളർ പോലെ ഇരിക്കും. ചിലരൊക്കെ നാച്ചുറലായിട്ട് കളർ ഉണ്ടായിട്ടും അതിൻ്റെ പുറകെ എന്തൊക്കെ കാണിച്ചു വെച്ചേക്കും. ഇത് കളർ കൂട്ടാനാണോ ഇത് ചെയ്യുന്നത്? ഇത് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? സിനിമാ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇടുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ, ആ ഫേസ് കൂടുതൽ അവരുടെ ഫേസിലാണല്ലോ കളി നടക്കുന്നത്, അതുകൊണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർ പബ്ലിക്കിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ഇതാക്കാനായിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ സ്ഥിരം ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇടുന്നതിൻ്റെ ശരിക്കുള്ള ഒരു മെറിറ്റ് എന്താ? ഒന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരൂ. ഞാൻ സ്കിൻ കെയറിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്ന ആളാണ്, പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുന്ന ആളാണ്. അപ്പം പച്ചവെള്ളം കൊണ്ട് മുഖം കഴിയുമ്പോൾ സമയത്ത് ഇത് പോകും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഈ സൺസ്ക്രീൻ. ഈ റീസെൻ്റ്ലി കേട്ട ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സംഭവമാണ് സൺബേൺ, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകാൻ പാടില്ല. സൺസ്ക്രീൻ ഞാൻ ഇന്നും ഞാൻ പുറത്ത് പോയിട്ട് വന്ന ആളാണ്. ഞാൻ എൻ്റെ മുഖത്ത് വെയിലടിക്കാറുണ്ട്. വെയിലടിക്കുന്ന സമയത്ത് മുഖം ചെറിയ കറുപ്പ് പോലെ ആവാറുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ മാറാറുണ്ട്. ഇത് ടാൻ അടിച്ചു, ഇത് ആൾക്കാരുടെ പരിഭ്രമം. ടാൻ അടിച്ചു, എൻ്റെ മുഖം ടാൻ അടിച്ച് നശിച്ചു. പിന്നെ വൈറ്റ് ഹെഡ്സ് എൻ്റെ മുഖത്ത് നിറഞ്ഞു, ബ്ലാക്ക് ഹെഡ്സ് എൻ്റെ മുഖത്ത് നിറഞ്ഞു. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കിടന്ന് ഓടുക. എന്തിനാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, നമ്മൾ 2 കളറാണ് ഉള്ളത്. നമ്മുടെ ഈ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോണ്ട. അതായത് നമ്മുടെ ഈ ലോകത്തുള്ള മനുഷ്യരെ വിഭജിച്ചിരിക്കുന്ന നിറത്തിന്റെ സംഭവം വെച്ചിട്ട് ഇന്ന് റേസിസം നിലനിൽക്കുന്ന വെച്ചാൽ മെലാനിന്റെ അളവിലാണ്. ഇപ്പൊ എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് മെലാനിൻ വളരെ കൂടുതലാണ്. എൻ്റെ ശരീരത്തിന്റെ കളർ ഡാർക്ക് ആയിരിക്കും. ഓക്കെ, അതാണ്. അല്ലാതെ നമ്മുടെ ഈ മെലാനിൻ കുറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ ശരീരം വെളുത്തിരിക്കും. എനിക്കറിയത്തില്ല, കാരണം അതിൻ്റെ സയൻറ്റിഫിക് ഡാറ്റ എൻ്റെ ഇല്ല, എനിക്ക് അതറിയില്ല. അറിയാത്തൊരു കാര്യം പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ അറിയുന്നവരൊന്ന് പറഞ്ഞു തരൂ. ഈ ഇടയ്ക്കൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. ഇതിന് മുൻപ് ആൾക്കാർ ഇവിടെ ജീവിച്ചില്ലേ? അപ്പോൾ ഇപ്പോഴെന്ത് പറ്റി? ഇപ്പോഴെന്തിനാ ഇത്ര കോൺഷ്യസ് ആവുന്നത്? എന്താ ഇത്ര ഈ സമൂഹത്തിന് ഈ സമൂഹത്തിന് എന്ത് പറ്റി? എന്താണ് ഒരു പരസ്യം ഉണ്ടല്ലോ, ഒരു ഗോപൻ സാറോ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, ചിലയിടത്ത് നാറ്റം, ചിലയിടത്ത് മണം,
ഈ സമൂഹത്തിന് എന്ത് പറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇപ്പൊ 8ന്റെ പണിയാണ് ഗൈസ് കിട്ടിയിട്ട് ഞാൻ ഇരിക്കുന്നത്. വീഡിയോ തന്നെ നൈസായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. 3,15,000 പ്ലസ് വ്യൂസ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു കുഞ്ഞു ചാനലാണ്. ഞാനിപ്പോ ഒരു 15,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്രയും വ്യൂസ് ഒരു വീഡിയോ കിട്ടുമെന്ന് പറയുമ്പോൾ അത് എനിക്കൊരു ഭയങ്കര നല്ല കാര്യമല്ലേ. അപ്പൊ അത് ഈ കുട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം, ഞാൻ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർ കണ്ടത്, ഞാൻ അടുത്ത നിമിഷം ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ അത് ഷെയർ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊന്നും ശരിയല്ല, ഇതിനെ നമ്മൾ ഇതാക്കാൻ പാടില്ല. ഞാൻ ഉടനെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ആ കുട്ടിയുടെ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാനത് ഷെയർ ചെയ്തു. കാരണം ഇതൊക്കെ ആൾക്കാരുടെ എന്താണ്, അവർ വിമർശിക്കട്ടെ, ആ വിമർശനത്തിൻ്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെടുത്ത് കാണിക്കാം. അതല്ല, തെറ്റ് പൂർണ്ണമായിട്ട് കയ്യിലുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഭയന്ന് ഓടുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 1 lakh വ്യൂ ആയപ്പോൾ തന്നെ ഞാൻ ചേച്ചിമാരോടും ഏട്ടന്മാരോടും പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഇതിന് സ്ട്രൈക്ക് കിട്ടുന്ന പോലെ ഉണ്ട്. കാരണം അത്ര വ്യൂസ് കിട്ടുന്നവർ ഞാൻ വിചാരിച്ചിട്ടുണ്ടാക്കാം. അപ്പൊ വ്യൂസ് അത്ര കയറിയ സമയത്ത് എന്തായാലും അവരെ കണ്ണിലെത്തും. അപ്പൊ കുറെ വ്യൂസ് കിട്ടുന്നുണ്ട്, കുറെ നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നുണ്ട് ആകുമ്പോൾ ഉറപ്പായിട്ടും. ഇനി അടുത്ത് നമുക്ക് മൈ വേ ബൈ കല്യാണി അവരുടെ ചാനലിനകത്ത് പോയിട്ട് ഒരു സാധനം കൂടെ ഒന്ന് നോക്കണം. ഇന്നലെ 15 മണിക്കൂറിന് മുമ്പ് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ, പറയാമെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇനി മറ്റൊരു കാര്യം, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളെന്നാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് നിന്ന്, പിന്നെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇവരൊരു കുലസ്ത്രീയാണ്. ഞാൻ അതിലേക്കൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല, അതൊക്കെ വ്യക്തിപരമാണ്. പക്ഷേ അത് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായതാണ്. കാരണം ഭർത്താവ് ഭാര്യ എന്നുള്ള സംഭവം ഈ അടുത്ത കാലത്ത് നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഭർത്തൃപീഡനങ്ങളിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവൻ നശിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സമൂഹത്തിൻ്റെ അകത്ത് ഭർത്താവ് ഭാര്യ എന്നുള്ളൊരു ബന്ധം നിലനിൽക്കണം, നല്ലത് തന്നെയാണ്, നല്ല രീതിയിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ അടിമയായി ഭാര്യ നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉത്തമ കുടുംബിനിയായിട്ട് നിലനിൽക്കണമെന്നോ, ഒരു സ്ത്രീ എന്നുള്ളത് വെറും അടുക്കളയിൽ ജീവിക്കേണ്ടത് മാത്രമാകണമെന്നോ, അല്ല എങ്കിൽ നമ്മൾ ഒരു കുലസ്ത്രീ പരിവേഷത്തോടുകൂടി സമൂഹത്തിന് ഇങ്ങനെ സംഭവം ആവണം എന്ന്, ഇതാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കൊടുക്കുന്നതോ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഇവരെക്കുറിച്ചല്ല പറഞ്ഞ പൊതുവിലുള്ള കാര്യമാണ് പറയുന്നത്. അതൊക്കെ സത്യം പറയാൻ സമൂഹത്തിൽ ഇനിയുള്ള കാലത്ത് അത് തെറ്റായി തന്നെ ബാധിക്കും. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ അവരോട് പോലും പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ജാതിക്കും മതത്തിനും അപ്പുറത്തെ മനുഷ്യരായിട്ട് കണ്ട് എല്ലാവരോടും ഇടപഴകുക. അവിടെ ജെൻഡർ പോലും ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ഇനിയുള്ള പിള്ളേർ വളരും. അടുത്തൊരു തലമുറ, ഇനി വരുന്ന തലമുറ ശരിക്കും പ്രതീക്ഷയുള്ളതാണ്. പലരും 2K കിഡ്സും മറ്റേ ജെൻസി കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള പ്രതീക്ഷ അവർ തന്നെയാണ്. അല്ലാതെ ഈ മുൻകാലങ്ങളിലുള്ള സംഭവത്തിൻ്റെ അനുഭവ സാക്ഷിയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അശ്വതി സുബോധന് ഈ നമ്മുടെ മൈ വേ കല്യാണി കൊടുത്ത സ്ട്രൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ സൗന്ദര്യം വന്ന ഒരാളുടെ പേരെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സൗന്ദര്യം വന്നു, മറ്റേ പറയാറുള്ളൂ, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് കൊച്ചിനെ കിട്ടി, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്ത ഉരുളി കമഴ്ത്തിയതുകൊണ്ട് എനിക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടി, അങ്ങനെയൊക്കെ പറയും. വിശ്വാസത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ പറയുന്നതാണ്. പിന്നെ ചില പത്രത്തിലൊക്കെ കട്ടിങ്സിൽ വരാറുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് സാക്ഷ്യം വെച്ച സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അല്ല ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവ് തിരിച്ചു കിട്ടി എന്നൊക്കെ ഉള്ള തരത്തിൽ സംഭവം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ആരോടെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സൗന്ദര്യം വന്ന ഒരാളുടെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എന്താണ്? ഇങ്ങനൊരു സാധനം ഉപയോഗിക്കുമ്പോൾ നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾക്ക് സൗന്ദര്യം വന്നെന്ന് തോന്നുന്നത് എന്ത് ഘടകം കൊണ്ടാണ്? ഞാൻ അറിയുന്ന കുറേ അധികം ആൾക്കാർ ഇവരാരും സൗന്ദര്യം ഇതൊന്നും ഉപയോഗിക്കാറ് കൂടിയില്ല, അവർക്കത് അറിയത്തുകൂടിയില്ല, അവർക്ക് ചിന്തിക്കാറില്ല. സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. നോട്ട് ഓൺലി ഫീമെയിൽസ്, മെയിൽസ് ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് കാണാറുണ്ടല്ലോ, നല്ല രീതിയിൽ ഇവിടെ കൂടെയൊക്കെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നു. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. ഓക്കെ, അവരൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നടക്കാറുണ്ട്, അണിഞ്ഞൊരുങ്ങി നടക്കാറുണ്ട്. നല്ലതാണ്, അതൊക്കെ വ്യക്തിപരമാണ്. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിമർശിക്കുന്നില്ല. ബട്ട് ഇതിലെവിടെയാണ് സൗന്ദര്യം നിലനിൽക്കുന്നത്? ഒരു പൂവിനെ കാണുമ്പോഴുള്ള സൗന്ദര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ഒരു സംഭവത്തിന് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് സൗന്ദര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് സൗന്ദര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാഹ്യമാണോ അത്, ആന്തരികമാണോ അത് എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്താ പറയുക, ഒരു കറുത്ത നിറമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വെളുത്ത നിറമുള്ള ഒരാളെ കണ്ട സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് സൗന്ദര്യത്തിന് ഡിഫൈൻ ചെയ്യുക? നിങ്ങൾ പറ്റുന്നത് കമൻറ്റ് ചെയ്യുക. സോ കല്യാണിയോട് എനിക്ക് പറഞ്ഞ് നിർത്താനുള്ളത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇനി വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അഥവാ വല്ല കോൺട്രവേഴ്സി ആയിട്ട് നിങ്ങൾ വരാത്തടത്തോളം കാലം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരി
നിങ്ങൾ നന്നായിട്ട് വീഡിയോസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് തെറ്റായ രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ അവർ ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ആ ഒരു റെക്ടിഫൈ ചെയ്യുക, നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക, വളരെ റെസ്പെക്റ്റോടുകൂടി പറയുക കേട്ടോ. എനിക്ക് നിങ്ങളടുത്ത് യാതൊരു വിരോധവുമില്ല. സോ അതുകൊണ്ട് ആ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്ട്രൈക്ക് നിങ്ങളത് മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങളായിട്ട് മാറ്റി കൊടുത്താൽ വളരെ നല്ലത്. അതല്ല എങ്കിൽ നിങ്ങളുടെ ചാനൽ ആ കുട്ടിയായിട്ട് ആ സ്ട്രൈക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് ദോഷവും വരും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.